ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3 എക്സാം. ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇനി പറയുന്നവയിൽ ഏതാണ് സർക്കാരിൻ്റെ അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിൻ്റെ ഭാഗമല്ലാത്തത്? അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിൻ്റെ ഭാഗമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ സി, വ്യക്തിഗത ആദായ നികുതി നിരക്കിലെ വർധനവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: GDP ഡിഫ്ലേറ്റർ ഏത് അനുപാതത്തെയാണ് ചിത്രീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ആൻസർ ഓപ്ഷൻ എ ആണ്, യഥാർത്ഥ GDPയിൽ നിന്ന് നാമമാത്ര GDPയിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇനി പറയുന്നവയിൽ ഏതാണ് ലക്ഷ്യമിടുന്നത്? ആൻസർ ഓപ്ഷൻ എ, MNREGA, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. നെക്സ്റ്റ്: ഇനി പറയുന്നവയിൽ ഏതാണ് മൂലധന വിപണിയിലെ ഒരു ഉപകരണം? ആൻസർ ഓപ്ഷൻ ബി, 10 വർഷത്തെ കാലാവധിയുള്ള ഒരു സർക്കാർ ബോണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്സിക്യൂട്ടീവിന്മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണത്തിനുള്ള പ്രധാന ഉപകരണങ്ങളായി പാർലമെൻ്ററി കമ്മിറ്റികളെ കണക്കാക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, അവ ഭരണപരമായ നടപടികളുടെ വിശദമായ പരിശോധന സാധ്യമാക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന ആശയം പ്രാഥമികമായി ഇവയെ സൂചിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, വൈവിധ്യമാർന്ന ഭരണപരമായ റോളുകൾ നിർവഹിക്കാൻ പരിശീലനം ലഭിച്ച സിവിൽ സർവീസുകാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനെ ഏറ്റവും നന്നായി ന്യായീകരിക്കുന്ന പ്രിൻസിപ്പൽ? ആൻസർ ഓപ്ഷൻ സി, സ്ഥാപനപരമായ ഉത്തരവാദിത്തം. ജനാധിപത്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അനിവാര്യമായി കണക്കാക്കുന്നത് എന്തുകൊണ്ട്? ആൻസർ ഓപ്ഷൻ എ, അവർ പൊതു താൽപ്പര്യങ്ങൾ സമാഹരിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങളെ സാർവത്രികം എന്ന് വിശേഷിപ്പിക്കുന്നത് പ്രധാനമായും അവ എന്തായതിനാലാണ്? ആൻസർ ഓപ്ഷൻ ബി, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. ഏത് മതത്തിലെ സേവന ജാതിക്കാർ നേരിടുന്ന വിവേചനപരമായ അനുഭവങ്ങൾക്ക് മറുപടിയായിട്ടാണ് പൊയ്കയിൽ കുമാരഗുരു PRDS സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ഹിന്ദു ക്രിസ്ത്യൻ മതങ്ങൾ. താഴെ പറയുന്നവയിൽ ഏത് രാജ്യത്തിൻ്റെ അഭിലാഷ പദ്ധതിയായിരുന്നു OBOR? ആൻസർ ഓപ്ഷൻ സി, ജപ്പാൻ. അണ്ണാ ഹസാരെ ഡേഷുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, അഴിമതി വിരുദ്ധ പ്രസ്ഥാനം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളിൽ വരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി, സാമൂഹ്യ വനവൽക്കരണം, സമൂഹ ആസ്തികളുടെ പരിപാലനം, പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. ഗോൾഡൻ ക്രസൻറ്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, കറുപ്പ് ഉൽപാദനം. ഇവയിൽ താളിൽ താനം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, രേവതി പട്ടത്താനം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവയിൽ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി, ശ്രീനാരായണ ഗുരു. ആധുനിക ഒളിമ്പിക്സ് പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക് പതാകയുടെ ആശയ രൂപീകരണവും രൂപകൽപ്പനയും ഏത് പ്രമുഖ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഏറ്റെടുത്തത്? ആൻസർ ഓപ്ഷൻ ബി, ബാരൺ പിയറി ഡി കൂബർട്ടിൻ. ദുലോബ് ട്രോഫി ഇനി പറയുന്ന കായിക ഇനങ്ങളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, ക്രിക്കറ്റ്. ഇനി പറയുന്ന പ്രസ്താവന പരിശോധിക്കുന്നു. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പുരുഷന്മാരുടെ ഹോക്കി ഏഷ്യ കപ്പ് സംഘടിപ്പിക്കുന്നത്
അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെൻ്റ് ആയിരുന്നു ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. പ്രൊഫഷണൽ ഗോൾഫിലെ ഒരു പ്രധാന അന്താരാഷ്ട്ര ടൂർണമെൻ്റാണ് ഏഷ്യ കപ്പ്. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. ഏഷ്യൻ ഹോക്കി ഫെഡറേഷൻ പുരുഷന്മാരുടെ ഹോക്കി ഏഷ്യ കപ്പ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര ഹോക്കി ടൂർണമെൻ്റ് ആയിരുന്നു ഹോക്കി ചാമ്പ്യൻസ് ട്രോഫി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തപോമയുടെ അച്ഛൻ എന്ന നോവലിനെയും അതിൻ്റെ രചയിതാവിനെയും കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം. 2024 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് 2025 അഭിമാനകരമായ വയലാർ അവാർഡ് ലഭിച്ചു. മലയാളത്തിലെ പ്രമുഖ ഉത്തരാധുനിക എഴുത്തുകാരനായ ഇ സന്തോഷ് കുമാർ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയായ അന്ധകാരനാഴി ഉൾപ്പെടെ നിരവധി നോവലുകൾ രചിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ചരിത്രപരമായ മലയാള പ്രസിദ്ധീകരണമായ ജ്ഞാനനിക്ഷേപത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുൻകാല ആനുകാലികങ്ങൾ കയ്യെഴുത്തും ലിത്തോഗ്രഫും ഉപയോഗിച്ചിരുന്നെങ്കിലും ജ്ഞാനനിക്ഷേപം അച്ചടിക്കായി ചലിക്കുന്ന മലയാളത്തരങ്ങൾ ഉപയോഗിക്കുകയും സംഗതി വിവരങ്ങൾ എന്ന തലക്കെട്ടിലുള്ള ഉള്ളടക്ക പട്ടിക ഉൾപ്പെടെ ഒരു ഘടനാപരമായ പേജിലോട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. അത് ശരിയാണ്. ബെഞ്ചമിൻ ബെയ്ലിയുടെ എഡിറ്റർഷിപ്പിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചതെന്ന് ചരിത്ര ഗവേഷണം സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലേ ഔട്ട് ഡിസൈനുകൾ പിന്നീട് തുടർന്നുള്ള മാസികകളും അനുകരിച്ചു. അതും ശരിയാണ്. ആർച്ച് ഡീക്കൻ കോശിയുടെ ആദ്യകാല മലയാള നോവൽ രൂപമായ പുല്ലേലി കുഞ്ഞ് ജ്ഞാനനിക്ഷേപത്തിൻ്റെ കോളങ്ങളിൽ പരമ്പരയായി പ്രസിദ്ധീകരിച്ചു. അതും ശരിയാണ്. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ശ്രീബുദ്ധചരിതം എന്ന സാഹിത്യകൃതിയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രം. കുമാരനാശാൻ വിവർത്തനം ചെയ്ത സർ എഡ്വിൻ അർണോൾഡിൻ്റെ ദി ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന പ്രശസ്ത കൃതിയുടെ മലയാള പരിഭാഷയാണിത്. കിളിപ്പാട്ടശ്ശേരിയിൽ രചിച്ച ഈ കൃതി 1915 ശാരദ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഈഴവ സ്മാരകം, പാലിയ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, വില്ലുവണ്ടി സമരം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 4, 1, 3, 2. വില്ലുവണ്ടി സമരം, ഈഴവ സ്മാരകം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി പറയുന്നതിൽ ശാസ്താവിന് ക്ഷേത്രമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കൊട്ടിയൂർ ക്ഷേത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈബർ സ്റ്റാക്കിംഗ് എന്നാൽ ഇവയെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻ്റർനെറ്റ് വഴി ഭീഷണിപ്പെടുത്തുന്നതോ ഉപദ്രവിക്കുന്നതോ ആയ സന്ദേശങ്ങൾ അയക്കൽ. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, 1ഉം 3ഉം മാത്രം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം സിസ്റ്റം സോഫ്റ്റ്വെയർ നൽകുന്നു. യൂട്ടിലിറ്റി പ്രോഗ്രാമുകൾ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമാണ്. നെക്സ്റ്റ്, ഇനി പറയുന്നവ പൊരുത്തപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, 1B, 2A, 3D, 4C. മെയിൽ ലയനം, വേഡ് പ്രോസസ്സർ, പിവറ്റ് പട്ടിക, സ്പ്രെഡ്ഷീറ്റ്, റിപ്പോർട്ട് ജനറേഷൻ, ഡാറ്റാബേസ് പാക്കേജ്, സ്ലൈഡ് മാസ്റ്റർ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ. ഡാറ്റ നിലനിർത്താൻ ഏത് മെമ്മറിക്കാണ് ആനുകാലിക പുതുക്കൽ ആവശ്യമുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, DRAM. വാദം എ, HTML പ്ലാറ്റ്ഫോം സ്വതന്ത്രമാണ്. കാരണം ആർ. വെബ് ബ്രൗസർ ഉപയോഗിച്ച് ഏത് സിസ്റ്റത്തിലും HTML ഡോക്യുമെൻറ്റുകൾ കാണാൻ കഴിയും. ആൻസർ ഓപ്ഷൻ ബി ആണ്, എയും ആറും ശരിയാണ്. പക്ഷേ ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. STIP 2020 പ്രകാരം ശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? വിമർശനാത്മക ചിന്തയെയും അന്വേഷണാധിഷ്ഠിത പഠനത്തെയും നയം പ്രോത്സാഹിപ്പിക്കുന്നു. അത് ശരിയാണ്. അന്തർവിജ്ഞാനീയ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നു. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദുരന്ത നിവാരണത്തിൽ ISROയുടെ പങ്കിനെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും കാലാവസ്ഥാ പ്രവചനവും ഉപയോഗിക്കുന്നു. വെള്ളപ്പൊക്കം, വരൾച്ച, മണ്ണിടിച്ചിൽ വിലയിരുത്തൽ എന്നിവയ്ക്കുള്ള ഡാറ്റ ഭൂമി നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നൽകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യക്കുറവ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആവശ്യമായതും ലഭ്യമായതുമായ അടിസ്ഥാന സൗകര്യങ്ങൾ തമ്മിലുള്ള അന്തരം. നെക്സ്റ്റ്, ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഇന്ത്യ പ്രഖ്യാപിച്ച കാലാവസ്ഥാ നടപടിയിൽ ഇനി പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്? ആൻസർ ഓപ്ഷൻ എ, 2050 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DRDO രൂപീകരണത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാങ്കേതിക വികസന സ്ഥാപനങ്ങളെ ലയിപ്പിച്ചാണ് DRDO രൂപീകരിച്ചത്. DRDOയിൽ ലയിപ്പിച്ച സ്ഥാപനങ്ങളിലൊന്നാണ് ഡിഫൻസ് സയൻസ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാത്സ് ആണ്. തുടർച്ചയായ 2 പോസിറ്റീവ് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലം 132 ആണ്. വലിയതിനെ മാത്രം 3 കൊണ്ട് കൂട്ടിയാൽ പുതിയ ഉൽപ്പന്നം ഡാഷ് ആകും. ആൻസർ ഓപ്ഷൻ എ, 165. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അനുപാതം 5:4 ആണ്. 18 ആൺകുട്ടികൾ കൂടി ക്ലാസ്സിൽ ചേർന്നാൽ അനുപാതം 7:4 ആയി മാറുന്നു. പെൺകുട്ടികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ എ, 36. ഒരു കടയുടമ ഒരു വസ്തുവിൻ്റെ വിലയേക്കാൾ 25% കൂടുതൽ അടയാളപ്പെടുത്തുകയും 20% കിഴിവ് അനുവദിക്കുകയും ചെയ്യുന്നു. അയാളുടെ ലാഭം അല്ലെങ്കിൽ നഷ്ടം? ആൻസർ ഓപ്ഷൻ സി, ലാഭമില്ല, നഷ്ടമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 38. x is equal to 1/0.2 പ്ലസ് 3/0.4 ആണെങ്കിൽ x/0.5 is equal to? ആൻസർ ഓപ്ഷൻ ബി, 25. 39. 60 - 24 ഹരണം 3 × 2 + 4 മൂല്യം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 48. നെക്സ്റ്റ്, ഒരേ ആരമുള്ള സിലിണ്ടറുകളുടെ വ്യാപ്തം 16:25 എന്ന അനുപാതത്തിലാണ്. സിലിണ്ടറുകളുടെ വളഞ്ഞ പ്രതലത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ അനുപാതം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, 4:5. 4:5. നെക്സ്റ്റ്, വൃത്താകൃതിയിലുള്ള അടിത്തറയുള്ള ഒരു കണ്ടെയ്നർ ഘട്ടങ്ങളായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും കണ്ടെയ്നർ 10 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഓരോ ഘട്ടത്തിലും അർദ്ധവ്യാസം ഘട്ടം 1-ൽ 15 സെൻറ്റിമീറ്ററിൽ മുതൽ ഘട്ടം 5-ൽ 3 സെൻറ്റിമീറ്റർ വരെ ഗണിത പുരോഗതിയിൽ കുറയുന്നു. കണ്ടെയ്നറിൻ്റെ ആകെ ശേഷി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 4950 പൈ. ഒരു വിമാനം കാറ്റിൻ്റെ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ 2 മണിക്കൂർ കൊണ്ട് 1000 കിലോമീറ്റർ സഞ്ചരിക്കുകയും കാറ്റിനെതിരെ സഞ്ചരിക്കുമ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് അതേ ദൂരം സഞ്ചരിക്കുകയും ചെയ്യുന്നു. വിമാനത്തിൻ്റെയും കാറ്റിൻ്റെയും വേഗത 2 ദിശകളിലും സ്ഥിരമാണെന്ന് കരുതുക. കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ കിലോമീറ്ററിൽ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 50. 16ൻ്റെ തുടർച്ചയായ 3 ഗുണിതങ്ങളുടെ ശരാശരി 432 ആണ്. അപ്പോൾ ഈ 3 ഗുണിതങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 416. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25p-1 പ്ലസ് 100 is equal to 5p-1 ആണെങ്കിൽ പിയുടെ മൂല്യം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9 × 9 - 9 ഡിവൈഡഡ് ബൈ 1/9 പ്ലസ് 9 is equal to? ആൻസർ ഓപ്ഷൻ സി, 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1നെ 37 ആയും 2നെ 61 ആയും കോഡ് ചെയ്തിട്ടുണ്ടെന്നും 6 എന്ന വാക്ക് ഡീകോഡ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ എ, 55. സംഖ്യാശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 2, 8, 18, 32, 50, 72. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയിൽ ഒന്നുമല്ല. നെക്സ്റ്റ്, താഴെ പറയുന്ന സമവാക്യത്തിലെ എല്ലാ ഈ ഒരു ചിഹ്നങ്ങളും മാറ്റി സ്ഥാപിക്കുന്നതിനും അതുവഴി അത് സന്തുലിതമാക്കുന്നതിനും ഗണിത പ്രവർത്തനങ്ങളുടെ ക്രമം തിരഞ്ഞെടുക്കുക. അതിലൂടെ സമവാക്യം സന്തുല്യമാക്കുക. 72, 4, 10, 4, 2. ആൻസർ ഓപ്ഷൻ എ ആണ്, 72 ഹരണം 4 ഈക്വൽ ടു 10 പ്ലസ് 4 × 2. നെക്സ്റ്റ് ഒറ്റയാനെ കണ്ടെത്തുക അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക. 9, 27, 81, 246, 729, 2187. ആൻസർ ഓപ്ഷൻ സി, 246. 2 പേർ ഒരുമിച്ച് പോകുന്നു. അവരിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നീ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ നിൻ്റെ മകനല്ല. 2 പേരും തമ്മിലുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, അച്ഛനും മകളും.
എ ബിയുടെ തെക്ക് പടിഞ്ഞാറ് 20 മീറ്റർ അകലെയാണ്. സി ബിയുടെ തെക്ക് കിഴക്ക് എ ബിയുടെ തെക്ക് പടിഞ്ഞാറ് 20 മീറ്റർ അകലെയാണ്. സി ബിയുടെ തെക്ക് കിഴക്ക് 20 മീറ്റർ അകലെയാണ്. സി എയുടെ ഏത് ദിശയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കിഴക്ക്. നെക്സ്റ്റ് 52, 13, 48, 11, 9, 12, 63, 25, 21. ആൻസർ ഓപ്ഷൻ എ 184. 2026 കലണ്ടർ വീണ്ടും ഏത് വർഷത്തിൽ ഉപയോഗിക്കാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 2037. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 61 × 14 × 127 is equal to ഗുണഫലത്തിൻ്റെ ഏകക സ്ഥാനത്തുള്ള അക്കം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 6. കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 1741 കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിലെ കോട്ടകൾ ശക്തിപ്പെടുത്തുന്നതിന് ഡച്ചുകാർ സഹായം ചെയ്തു. ഡച്ചുകാർ തദ്ദേശീയ ഭിഷങ്കരനായ E.T. അച്യുതൻ്റെ സഹായത്തോടെയാണ് ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത്. നെക്സ്റ്റ് 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി 3 മാത്രം, വേലുക്കുട്ടി അരയൻ. ഇനി പറയുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കസ്തൂർബ ഗാന്ധിയും രാജഗോപാലാചാര്യയും ക്ഷേത്രപ്രവേശനത്തെ പിന്തുണച്ച് സജീവമായ പ്രൊപ്പഗാണ്ട നടത്തി. പയ്യന്നൂരിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ കെ കേളപ്പൻ നേതൃത്വപരമായ പങ്ക് വഹിച്ചു. ആൻസർ ഓപ്ഷൻ എ ആണ്. മുഗൾ കാലഘട്ടത്തിലെ രാജ തോഡർമാനിൻ്റെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി സപ്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1717 മുഗൾ ചക്രവർത്തിയായ ഫാറൂഖ് ഷിയാറുടെ അടുക്കലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദൗത്യം നയിച്ച് ഒരു റോയൽ ഫിർമാൻ നേടുന്നതിൽ വിജയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ജോൺ സർമാൻ. 1919 ഇന്ത്യ ഗവൺമെൻറ് ആക്ട് വ്യക്തമായി നിർവചിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി കേന്ദ്ര പ്രവിശ്യ സർക്കാരുകളുടെ അധികാരപരിധി. മദ്രാസ് ലേബർ യൂണിയൻ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി BP വാഡിയ. തോമസ് ജെഫേഴ്സൺ സഹസ്ഥാപകനായ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻസ്. എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത് ആരാണ്? എന്താണ് തേർഡ് എസ്റ്റേറ്റ് എന്ന സ്വാധീന ശക്തിയുള്ള ലഘുലേഖ എഴുതിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അബ്ബേ സീസ്. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഡേഷ് എസ്റ്റേറ്റിലെ അംഗങ്ങൾ മാത്രമാണ് നികുതി അടച്ചിരുന്നത്. ആൻസർ ഓപ്ഷൻ എ മൂന്നാമത്തേത്. ഗൾഫ് സ്ട്രീം താഴെ പറയുന്നവയിൽ ഏത് സമുദ്രത്തിലെ ഒരു ചൂടുള്ള സമുദ്ര പ്രവാഹമാണ്? ആൻസർ ഓപ്ഷൻ എ അറ്റ്ലാന്റിക്. താഴെ പറയുന്നതിൽ ഏറ്റവും ചെറിയ സ്കെയിലിൽ വരച്ചിരിക്കുന്ന ഭൂപടങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ടോപ്പോ ഷീറ്റുകൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ഉപദ്വീപ് നദി? ആൻസർ ഓപ്ഷൻ ബി ഗോദാവരി. താഴെ പറയുന്നതിൽ ഏതാണ് പുനരുപയോഗിക്കാവുന്ന ഊർജത്തിൻ്റെ ഒരു രൂപമല്ലാത്തത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജലവൈദ്യുതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്? ആൻസർ ഓപ്ഷൻ എ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. സ്ഥിരവിലയിലുള്ള GDPയിലെ വർധനവ് എന്തിനെ പ്രതിഫലിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ GDPയിലെ വർധനവ്. നെക്സ്റ്റ് ഇംഗ്ലീഷ് ആണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബോണാഫൈഡ്? ആൻസർ ഓപ്ഷൻ എ ഇൻ ഗുഡ് ഫെയ്ത്ത് ഓർ ജെനുവിൻ. വാട്ട് ഈസ് ദ കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് ലേസർ? ആൻസർ ഓപ്ഷൻ ബി ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. വാട്ട് ഈസ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എ പേഴ്സൺ ഹൂ ബിലീവ്സ് ഇൻ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആസ് ദ ചീഫ് ഗുഡ് ഓഫ് ലൈഫ്? ആൻസർ ഓപ്ഷൻ ബി ഹെഡോണിസ്റ്റ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഒക്കറൻസ്. വിച്ച് വേർഡ് മീൻസ് ഹാവിങ് എ ഹാംഫുൾ എഫക്റ്റ്? ആൻസർ ഓപ്ഷൻ ബി പെരിലിയസ്. Identify the type of sentence. How efficiently the inspection team completed the verification? Answer option D exclamatory. Choose the correct option. The delegation travelled by dash air due to the urgency of the meeting. Answer option D no article. Choose the correct verb form. Neither the training module
nor the supplementary model material dash available on the portal. Answer option A is. Choose the correct question tag. Let us reconsider the proposal. Answer option A, shall we? Shall we identify the correct sentence? Answer option B. The director had the assistant prepare the summary. Ravi dash tea every morning. Answer option B. Drinks. The plants shed it leaves. Identify the possessive pronoun. Answer option C. It's. Kirtana won't be late. Dash use suitable question tag. Answer option A. Will she? Now we shall discuss dash our future prospect. Answer option D. No preposition. We are going to bake the bread. Change into passive voice. Answer option A. The bread is going to be baked. Pick out the antonym of the underlined word. The rules and regulations very strictly enforced. Answer option D. Lightly. Fill up using appropriate word from the brackets. Answer option D. Lightly. Fill up using appropriate word from the brackets. A dash of cattle laying under the tree. Answer option B. Heard. Fill up the blank with the correct phrasal verb. The meeting was dashed due to the manager's illness. Answer option B. Put off. Replace the word underline with its synonym. Bobby's success was the result of perseverance. Answer option B. Persistence. Pick out the correct prefix to get the opposite of the word manage. Answer option A. Miss. നെക്സ്റ്റ് മലയാളമാണ്. കലപ്പ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഉപലം. വിശ്വസ്ത സേവകൻ ഘടകപദങ്ങളാക്കുക. ആൻസർ ഓപ്ഷൻ സി. വിശ്വസ്തനായ സേവകൻ. കാക്കദന്ത ഗവേഷണ ന്യായത്തിന് സമാനമായ പഴഞ്ചൊല്ല് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. അങ്ങില്ലല പൊങ്ങിൻ്റെ വേര് കിളയ്ക്കാമോ. ചുവടെ നൽകിയതിൽ ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ സി. 4 മാത്രം ശരി. അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഒരേ അർത്ഥം വരാത്ത പദക്കൂട്ടം ഏത്? ഓപ്ഷൻ എ. ധ്വജം, കൊടിമരം, പക്ഷി. ഹി ഈസ് ഓൾഡ് ഫാഷൻ എന്ന വാക്യത്തിന് ഏറ്റവും യോജിച്ച പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ സി. അയാൾ പഴഞ്ചനാണ്. ശരിയായി എഴുതിയ പദം ഏത്? ആൻസർ ഓപ്ഷൻ എ. ഭൂയിഷ്ടം. ചുവടെ ചേർത്ത് എഴുതിയിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി 2, 3 ശരി. ഗതി പ്ലസ് അന്തരം ഗത്യന്തരം. ജഗത്ത് പ്ലസ് നാഥൻ ജഗന്നാഥൻ. കിണറിൻ്റെ സമാന പദങ്ങൾ ഉൾക്കൊള്ളുന്ന ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ. കൂപം, പ്രഹി. ചുവടെ പറയുന്നതിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ശ്വശുരു, ശ്വശുരൻ. ഓക്കെ, അപ്പോൾ എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.